അപ്പച്ചൻ കയറി പിടിച്ചത്. ആരെല്ലാം പരിശ്രമിച്ചിട്ടും ഈ അപ്പച്ചൻ പിടിവിടുന്നില്ല. ഉടനെ തന്റെ മകൻ വീടിന് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പടപ്പട്ടിയിൽ നിന്ന് കുറച്ച് ചില്ലറ കാശ് സഞ്ചിയിലാക്കി കൊണ്ടുവന്ന അപ്പച്ചന്റെ നേരെ കിലുക്കി കാണിച്ചു. ഈ പണത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അപ്പച്ചൻ സഞ്ചിയിൽ നിന്ന് ചെവിയിൽ നിന്ന് പിടിവിട്ട് സഞ്ചിയെ കയറി പിടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. മരിക്കാൻ പോയ മനുഷ്യൻ മരിച്ചത് അവസ്ഥ ആ പണസഞ്ചി കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ടാണ് മരിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. നീ ഈ ലോകത്തിൽ മരിക്കുന്നത് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. എന്നെ കേൾക്കുന്ന ആരുടെത്താണ് ഹൃദയം? യേശു ക്രിസ്തുവാണ് നിന്റെ വിധിയെങ്കിൽ നീ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ടായിരിക്കും മരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം തരുന്ന 5 പൈസ പോലും സ്തോത്രം നിന്റെ ഹൃദയത്തെ കവരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആ പൈസക്ക് നീ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ കർത്താവ് ഔട്ട്. എന്നാൽ പുസ്തകം കയ്യിലെടുത്ത സ്തോത്രം ഒരു ലജ്ജയും കൂടാതെ കണ്ട ഈ ദേശത്തോട് ഈ വചനം വിളിച്ചു പറയുവാൻ അനേകർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതൻ മാത്രമല്ല, കന്യാസ്ത്രീകളും അവരുടേതായ പ്രസ്ഥാനങ്ങൾ വിട്ട് കർത്താവിന് വേണ്ടി സുവിശേഷ വേലയ്ക്കായി അനേകർ ഇറങ്ങി വരികയാണ്. കാരണം എന്താണെന്നറിയാവോ? നാം ആയിരിക്കുന്ന പ്രസ്ഥാനങ്ങളും നാം ആയിരിക്കുന്ന ചുറ്റുപാടും പുഴുവും കീടങ്ങളും കള്ളന്മാരും തുറന്നുകൊണ്ടുപോകുന്നതാണ്. എന്നാൽ നശിക്കാത്തൊരു നിശ്ചയമുണ്ട്, അത് സ്വർഗീയ നിശ്ചയമാണ്. ആ നിശ്ചയം പ്രാപിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നുണ്ട്. പിശാചിനെ ആട്ടി പുറത്താക്കി ഹൃദയത്തെ ഭരിക്കുന്ന ഭർത്താവിന്റെ ഹൃദയത്തിൽ ഈ അനുഗ്രഹം പ്രാപിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമക്കളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നു. അനേക കന്യാസ്ത്രീകളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവ് നിന്നിലേക്ക് കടന്നു വരുവാനായി അനേകർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയൊക്കെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.